സാമ്പത്തിക വിദഗ്ധ ശ്രീമതി അനു ഫ്രാൻസിസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി അനു ഫ്രാൻസിസ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വനിതകളുടെ സംരംഭകത്വം, ജീവന നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള എല്ലാ മേഖലകളിലും ആ ഒരു ജീവിതത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലായി കഴിഞ്ഞാലും സ്ത്രീകൾക്ക് സ്ത്രീത്വത്തിന് അർഹമായ പരിഗണന നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ. ആ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു വികസനം, ആ ഒരു പരിഗണന ഏത് തരത്തിലാണോ തുടർച്ച, ആ തുടർച്ച തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റിലൂടെയും പ്രതിഫലിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാണ് ഈ ഒരു ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത്, ആ ഒരു വീക്ഷണകോണിൽ? ഈ ബഡ്ജറ്റില് ഇതൊരു ഇന്ററിം ബഡ്ജറ്റാണ്, താൽക്കാലികമായി 3 മാസത്തേക്കുള്ള ഒരു ബഡ്ജറ്റാണ്. ബട്ട് എന്നിരുന്നാലും നിർമ്മല സീതാരാമന്റെ പ്രസംഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ബഡ്ജറ്റ് സ്പീച്ചിൽ നിന്ന് ഒരു പ്രോപ്പർ റിപ്പോർട്ട് കാർഡ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ മേഖലകളിലും എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്നുള്ളതിനെ പറ്റി. ഇപ്പം നാരി ശക്തി അഥവാ വിമൻ പവർ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ മുദ്ര യോജനയുടെ അടിയിൽ ലോൺസ് ഡിസ്ബേഴ്സ് ചെയ്തതിനെ പറ്റി ഏകദേശം 30 കോടി സ്ത്രീകൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഫീമെയിൽ എൻറോൾമെന്റ് ഹയർ എഡ്യൂക്കേഷനിൽ കൂടി എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു ന്യൂസ് ആണ്. ലൈക്ക് 28% ഹയർ എഡ്യൂക്കേഷൻ ഫീമെയിൽ എൻറോൾമെന്റ് കൂടി എന്നുള്ളതും കഴിഞ്ഞ 10 വർഷത്തിൽ. അതുപോലെ സ്റ്റെം എഡ്യൂക്കേഷനിൽ 43% സ്ത്രീകളുടെ എൻറോൾമെന്റ് ഉണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ വൈസ് സ്ത്രീകൾക്കൊരു ഇക്വാളിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഉള്ളത് ലഖ്പതി ദീദീസ് എന്ന് പറഞ്ഞിട്ട് SSGs വേണ്ടി കൊടുത്തിരുന്ന ഒരു സ്കീമാണ്. SSGs റൂറൽ ഗ്രാമീണ സ്ത്രീകളുമായിട്ട് ചേർന്ന് അവർക്ക് അഡീഷണൽ ഇൻകം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള എന്റർപ്രൈസസ് തുടങ്ങുന്ന ഒരു സ്കീം. അത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ ലോഞ്ച് ചെയ്തതായിരുന്നു. അത് ഇത്തവണ 3 കോടി സ്ത്രീകളിലേക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും വളരെ നല്ലതാണ്. ബാക്കി PM ആവാസ് യോജന 70% സ്ത്രീകളാണ് അതിന്റെ ബെനഫിഷ്യറീസ്. അത് പാർഷ്യലി അല്ലെങ്കിൽ ഫുൾ ഓണർഷിപ്പ് സ്ത്രീകളുടെ പേരിലാണ് എന്നുള്ളതും വളരെ എംപവറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ജനറലി ഈ ഗവൺമെന്റിന്റെ ഇങ്ങനത്തെ നേട്ടങ്ങളെല്ലാം വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. പോസിറ്റീവായിട്ട് തന്നെയാണ് പൊതുസമൂഹം അടക്കം നോക്കിക്കാണുന്നത്. ശ്രീമതി അനു ഫ്രാൻസിസ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അമൃത് കാലത്ത് നാരി ശക്തിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു നയമാണ് നരേന്ദ്രമോദി സർക്കാർ പിന്തുടരുന്നത്. ആ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയം എന്താണോ അത് തന്നെയാണ് നിർമ്മല സീതാരാമൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കുടുംബശ്രീ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ഒരു ശാക്തീകരണം, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു, അല്ലേ? വ്യാവസായിക മേഖലയിലേക്ക് എല്ലാ മേഖലയിലായി കഴിഞ്ഞാലും സ്ത്രീത്വം മുന്നിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതേസമയം തന്നെ ഗ്രാമീണ മേഖലയിലെ ഏറ്റവും സാധാരണക്കാരായ ഏറ്റവും താഴെത്തട്ടിലുള്ള സ്ത്രീകളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള അവരുടെ ഉന്നമനം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ്, ആ രീതിയിൽ തന്നെ നമുക്കിതിനെ നോക്കിക്കാണാം, അല്ലേ? അത് ഞാൻ അതിനോട് വളരെയധികം യോജിക്കുന്നു. കാരണം ഗ്രാമീണ സ്ത്രീകളെ ഒരുപാട് എംപവർ ചെയ്യുന്ന പ്രോജക്ട്സ് ആദ്യം മുതലേ സ്കീംസും പോളിസീസും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ബഡ്ജറ്റിലും കാണുന്നത്. ഇത് മുന്നോട്ട് സിഗ്നൽ ചെയ്യുന്നതും ഇതിന്റെ ഇങ്ങനത്തെ കൂടുതൽ പോളിസീസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് തന്നെയാണ് ഇനി വരുന്ന ഫുൾ ബഡ്ജറ്റിലും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്നിരിക്കെ പറയാനുള്ള മറ്റൊരു കാര്യം, അർബൻ വിമനെ, അതായത് നഗരത്തിലുള്ള സ്ത്രീകളുടെ ഇപ്പൊ നമ്മളൊരു ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റുകൾ എടുത്താൽ അത് അത്ര നല്ല സിഗ്നൽസ് അല്ല നമുക്ക് തരുന്നത്. ജനറലി FLPR ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്സ് കൂടിയിട്ടുണ്ട് ഓവർ ദ 10 years. ഒരു 23%, 24%ൽ നിന്ന് ഏകദേശം 37% എത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മളൊരു അർബൻ റൂറൽ ഒരു നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഗ്രാമീണ മേഖലയിലാണ് അത് കൂടുതൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം അർബൻ ഏരിയാസിലുള്ള സ്ത്രീകൾ, നഗരങ്ങളിലുള്ള സ്ത്രീകൾക്ക് ഒരുപാട് അല്ലെങ്കിൽ അവർ ജോലിയിൽ ഒരുപാട് എൻഗേജ് ചെയ്യുന്നില്ലെന്ന് വേണം ഒരു രീതിയിൽ മനസ്സിലാക്കാൻ. സോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, അറ്റ്ലീസ്റ്റ് ഇനി വരുന്ന ബഡ്ജറ്റുകളിൽ ഒരു ശ്രദ്ധ കൊടുത്താൽ വളരെയധികം നന്നായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്.